സ്തുതി. മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളാവേ കൃപയായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളാവേ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയോട് കരുണ ചെയ്യുന്ന വിഷയരാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ നിനക്ക് സമാധാനം. എന്നോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവ് ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ രാജ്യമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഭാഗ്യവതി എന്നോടു ചൊല്ലുക, എങ്ങനെ ആദരവോടേറ്റു പാലും വാനും നിറയുന്നോനെ നീ ശ്രോത്രത്താൽ ഒളിവായേറി നിശ്ചലമായുദരേ വാണാൻ തിരുഹിതമായതൻ ബലമെന്നെ താങ്ങി ഉദരേ ഞാൻ സുതരേ പേറി ലോകപുരാതനനെ പെറ്റ് ഹല്ലേലൂയ രക്ഷിച്ചാൻ ലോകം ബാരകുമോൻ ശുഭോലാബോലം റോവൽ റൂഹാദീശോ. ഇതയോൻ കമ്പിളി പരിമഞ്ഞും പാവന കന്യേ നിൻ സാദൃശ്യമനായി തരുനിരയിൽ സർപ്പം മനുജനനിഹരി പാർവീത്തിയ വിഷമതു നിന്ന മധുരമതായി മാറി വിൻദൃഷ്ടിയെ നീ കൈകൊണ്ട് മോദത്തിൻ്റെ ചായൊഴുകി ഹല്ലേലൂയ സൃഷ്ടിയെ നിറവാക്കി വാഴ്ത്തപ്പെട്ടവളായോൾ എന്നെ പ്രാർത്ഥന ചെയ്തിടണമേ. നാഥൻ ഞങ്ങളുടെ മേൽ കൃപ ചെയ്തിടാൻ കൃപയാൽ പൂരിത നീ അർത്തിക്കാൻ കൃപയാചിക്കുമിവർ മേൽ ആർദ്രതയുള്ളൊരു നാഥൻ ദയചെയ്തിടാൻ കൃപയാൽ. ദൈവമിറങ്ങി ഭൂമവും കന്മഷമേ ശാതുള്ളൂ തന്നെ പേറി മറി
വിനയം ശാന്തത ഇവയെ ദർശിച്ചാൻ പരിശുദ്ധൻ അവളിൽ വാസം ചെയ്തു താഴ്മയോർപ്പക്കൽ വാഴാൻ പ്രിയതിൽ വിനയാ നിതമറിയത്തെ വിളിച്ചോൻ താതന് സ്തുതിയും വന്ന് എളിമയോടാവളി വസിച്ചോൻ പുത്രനായും സ്തോത്രം എളിയവരുൾ പാർത്തിയിലും പരിശുദ്ധാത്മാവിനും സ്തുതിയേകാ തൃത്വമാ അവനെന്നേക്കും ദൈവാ ഭജനെ 9 മാസം നിന്നെ വഹിച്ചോൾ വാഗ്ദനയാലെ കോപത്തിന്റെ വടികളെ മായിക്കാം. ഒരു നിമിഷം എല്ലാവരും ഇരിക്കുകയും ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലെ കൃതജ്ഞതയുടെ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. പുണ്യരൈക്യത്തിൻ്റെ 94ാമത് വാർഷികം നമ്മൾ ആചരിക്കുന്നു. നമുക്കറിയാം പുനരൈക്യത്തിൻ്റെ സംഭവം, ചരിത്രം, മുൻപുള്ള ചരിത്രവും പിൻപുള്ള ചരിത്രവും ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് ദൈവത്തിനുമുൻപാകെ എളിമയോടെ കൃതജ്ഞതയോടെ ആയിരിക്കാനുള്ള സന്ദർഭമാണ്. ഞാൻ പിന്നീട് കൂടുതൽ സംസാരിക്കാം. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ അതേ ദിവസം തന്നെ കൃതജ്ഞതയുടെ ദിനമായിട്ട് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെല്ലാം അനുസ്മരിച്ച് സ്തോത്രബലി അർപ്പിക്കുന്ന ആ ദിവസമാണ്. അത് നമ്മുടെ ആദ്യ ബലിപ്പെരുന്നാളെന്ന് പറഞ്ഞാൽ അതാണ്. ദൈവം തന്നിട്ടുള്ള കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് മുൻകാല പശ്ചാത്തലത്തിൽ അത് കാർഷിക പശ്ചാത്തലമായിരുന്നുകൊണ്ട് കാർഷിക വിളകൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ഇത് ദൈവത്തിന് മുൻപാകെ നമ്മൾ സമർപ്പിക്കാനുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപകൾക്ക് നന്ദിയായിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ, നമ്മൾ വിവിധ തരത്തിലുള്ള ഫലങ്ങൾ, അത് കൃഷി ഫലങ്ങളാകാം, അധ്വാനത്തിൻ്റെ മറ്റു തരത്തിലുള്ള ഫലങ്ങളാകാം, പക്ഷേ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള പണമാകാം, എന്തുമാകാം. ഇതെല്ലാം നമ്മൾ നന്ദിയുടെ നമ്മുടെ ഹൃദയവികാരം നമ്മൾ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ചില സൂചനകളിലൂടെയാണ്. അത് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ദൈവത്തിരുമുൻപാകെ സമർപ്പിക്കാനാകാം. അങ്ങനെ ദൈവത്തിരുമുൻപാകെ നമ്മുടെ കൃതജ്ഞത സമർപ്പിക്കുന്ന ആദ്യ തിരുനാൾ ദിവസമാണ്. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ, കൂട്ടായ്മയുടെ പ്രതീകമായ ഒരു ആഘോഷ സന്ദർഭവും, ഇത് മൂന്നും നമ്മൾ സമന്വയിപ്പിച്ചാണ് ഈ ദിവസം നമ്മൾ ആചരിക്കുക. തമ്പുരാൻ്റെ മുൻപിൽ പുനരൈക്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ സന്ദർഭം, കൂട്ടായ്മയുടെ അനുഭവം. ആദ്യ തിരുനാളിലും അതുതന്നെയാണ് നമ്മുടെ അനുഭവം. വീണ്ടും നാടിൻ്റെ ഈ ഉത്സവത്തിൽ ഈ ഒരുമയുടെ, സ്വരുമയുടെ, ഐക്യത്തിൻ്റെ പശ്ചാത്തലമാണുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. ഈ സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കണം. രോഗികളായിരിക്കുന്നവരുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ തമ്പുരാൻ്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ നിയോഗമുണ്ട്, സഭയാഗമനത്തിൻ്റെ നിയോഗമുണ്ട്. ഇതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കണം. ഈ ആഴ്ച ജന്മദിനവും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ തമ്പുരാൻ്റെ സന്നിധിയിൽ ഓർക്കണം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എബ്രഹാം വർഗീസ് ആൻഡ് റാണി മെർലിൻ ബാബു ജന്മദിനം ആഘോഷിക്കുന്നു. നാളെ ഹെലേന മേരി, ചൊവ്വാഴ്ച മെൽവിയ മാത്യു, ബുധനാഴ്ച ബി മോൾ ജോൺ, ബുധനാഴ്ച തന്നെ അർലിൻഡ അഭിലാഷ് ആൻഡ് മൗലിയുടെ മകള്, വ്യാഴാഴ്ച ജസ്ലി ജോസഫ്, വെള്ളിയാഴ്ച സ്നേഹ തോമസ്, ജോവിൻ
ജെ ജോൺ. ശനിയാഴ്ച ജസ്റ്റിൻ ബോർഗീസ്. ശനിയാഴ്ച ജോഷി. ശനിയാഴ്ച ഏലിയാമ്മ. ആനി അലക്സാണ്ടർ. ഞായറാഴ്ച ഏറൻ ജിമ്മി. വിവാഹ വാർഷികം ഇന്ന് എബ്രഹാം വർഗീസൻ റാണി. ശനിയാഴ്ച എബിൻ ജോർജ് ആൻഡ് രേഷ്മ ജോൺ. ഇവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ആശ്വസിപ്പിക്കുന്നു. ഇടയ്ക്കൊരു ജന്മദിനം വിട്ടുപോയിട്ടുണ്ടോ? 25-ാം തീയതിയിലെയോ ആ നിമിഷയുടെ ജന്മദിനം ആണോ? ജസ്റ്റിൻ്റെ ഭാര്യയുടെ ആണോ? എന്തോരണം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് വായിച്ചപ്പോൾ വന്നതാണ്. ഓക്കെ, അതിന് എല്ലാവർക്കും ആശംസകളും നേരുന്നു. ഇവരെല്ലാം പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അനുസ്മരിപ്പിക്കുന്നു. ഓക്കെ, വിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കാം. സഹോദരങ്ങളെ, സഭയ്ക്ക് മുഴുവനും വേണ്ടി ഈ ബലി സമർപ്പിക്കുവാൻ ഞാൻ യോഗ്യനാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാകരൈക്കൊണ്ട് അങ്ങയോട് ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യട്ടെ.
നൽകിയ യുഹാനൂനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജീവൻ രക്ഷിക്കുന്നതിന്റെ വിശുദ്ധിയും മഹത്വവും എടുക്കുന്ന ദൈവമാനായ ഞങ്ങൾക്ക് വേണ്ടി കുരിശുകടപ്പെടുകയും ചെയ്തതായി സ്വർഗീയ പിതാവും ഏകപുത്രനും വചനവും രാജാവുമായ കർത്താവേ, നിന്നെ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ ആരാധിക്കും. പരിശുദ്ധാത്മാവിൽ പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടി ഒന്നുപോലെ ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ വിശുദ്ധാത്മാവായി ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ വൈദങ്ങളോട് എന്നതുപോലെയും നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തിയില്ലാത്തതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ.
നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരെയും അല്ലേ? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളും എന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളും എന്നും പറഞ്ഞു നടക്കുന്നത്? അപ്പോളോസാരാണ്, പൗലോസാരാണ്. കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിന്റെ വയലും വീടും പാർക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് മറിയാമിൽ നിന്ന് ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ പരസ്യനാളുകളിൽ ഇപ്രകാരം അരുളി ചെയ്തു. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്നത് പോലെ അവരും തമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് വലിയ മഹത്വം തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവർക്കും അവിടുന്ന് എന്നിലായിരിക്കുന്നു. അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ എന്ന് താൻ അരുളി ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഭവിക്കട്ടെ. ദുഷ്ടന്മാർ
പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ പുനരൈക്യത്തിൻ്റെ 94-ാം വാർഷികവും തമ്പുരാൻ നമുക്ക് നൽകിയ കൃപകൾക്ക് കൃതജ്ഞതയായിട്ടുള്ള ആദ്യ പെരുന്നാളും നാടിൻ്റെ ഒരുമയുടെ അടയാളമായ ആഘോഷവും ഒന്നിച്ച് നമ്മൾ സമന്വയിപ്പിച്ച് ആഘോഷിക്കുകയാണ്. സമൂഹത്തിലുള്ള ദൈവദൂതന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാതുകൊടുക്കുന്നത്. പുനരൈക്യത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. 1653 ഭാരത സഭയിലെ മലങ്കരയിലെ സഭയിലെ സംഭവിച്ച ഭിന്നതയുടെ പിന്നാലെ ധാരാളം ഭിന്നിപ്പുകൾ കർത്താവിൻ്റെ സഭയിൽ ഉണ്ടായി. 1653 ആ പിളർപ്പോടുകൂടി തന്നെ ഈ പിളർപ്പിന് പരിഹാരമായി ഐക്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ധാരാളമായി പ്രാർത്ഥനാപൂർവ്വം നടന്നിരുന്നു. ചരിത്രത്തിൽ അവയെല്ലാം നമുക്ക് സുവ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പല കാരണങ്ങളാൽ, ഭൗതികമായ കാരണങ്ങളാൽ, ആശയവിനിമയത്തിലുണ്ടായ പ്രതിസന്ധികൾ മൂലം കത്തുകളും അപേക്ഷകളും യഥാസമയം ലഭിക്കാതിരുന്നതുകൊണ്ട്, ലഭിച്ച മറുപടിയുടെ യഥാസമയം കയ്യിലെത്താതിരുന്നതുകൊണ്ട് എല്ലാം ഈ ഐക്യശ്രമങ്ങൾക്ക് വിഘാതം സംഭവിച്ചു. എന്നാൽ അന്ന് മുതൽ പ്രാർത്ഥനാപൂർവ്വം നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചിരുന്ന ആ ഐക്യം ഭാഗികമായിട്ടെങ്കിലും സാധ്യതമായത് 1930 സെപ്റ്റംബർ 20 മലങ്കരയിലെ പ്രസിദ്ധമായ പുനരൈക്യ സംഭവത്തോടു കൂടിയാണെന്ന് നമുക്കറിയാം. ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഇന്നുള്ള നമ്മുടെ സന്ദേശം എന്തെന്ന് മാത്രം നമുക്ക് ചുരുക്കമായി ധ്യാനിച്ച് അവസാനിപ്പിക്കാം. നമുക്കറിയാം, മാർ ഇവാനിയോസ് തിരുമേനിയുടെ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണിത് സാധ്യതമായത്. അനേകരെ ചരിത്രത്തിലൂടെ പരിശ്രമിച്ചു. അതിൻ്റെ എല്ലാം ഒരു അവസാനം സഭയുടെ തീരുമാനത്തോടുകൂടി, അംഗീകാരത്തോടുകൂടി മാർ ഇവാനിയോസ് തിരുമേനിക്ക് ലഭിച്ച നിയോഗമനുസരിച്ച്, സഭയുടെ നിയോഗം അനുസരിച്ച് സാർവത്രിക സഭയുമായിട്ട് ബന്ധപ്പെടാനും ഐക്യപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കാനുമായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി. 1926 അത് അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് നിറവേറ്റി. അത് സാധ്യതമായത് 30 സെപ്റ്റംബർ 20 അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവന് അദ്ദേഹത്തോട് ഒപ്പം തന്നെ ധാരാളം ഐക്യ ചിന്തയിൽ വളർന്നു വന്ന സമൂഹം മറ്റ് പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നും വകവയ്ക്കാതെ ഈ ഐക്യ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. അതിന് ഓരോ സ്ഥലത്തും മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഒപ്പം ചേർന്ന് ഈ ഐക്യ ദർശനത്തിലേക്ക് കടന്നു വന്ന മനുഷ്യർ വളരെയധികം വേദനകൾ, ബുദ്ധിമുട്ടുകൾ സഹിച്ചു. അപ്പം നമ്മുടെ പൂർവികരാണ്, നമ്മുടെ വല്യപ്പനും അപ്പനും വല്യപ്പൻ്റെ അപ്പനും ഒക്കെയാണ് ബുദ്ധിമുട്ടുകൾ സഹിച്ചത്. ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, അവരനുഭവിച്ച വലിയ വ്യഥയുണ്ട്. ഈ ഐക്യത്തിന് വേണ്ടി അവർ നൽകിയ വലിയ വിലയുണ്ട്. അത് നിസ്സാരമല്ല. കാരണം അവരായിരുന്ന കൂട്ടായ്മയുമായുള്ള ബന്ധം സഭാ കൂട്ടായ്മയിലേക്ക്, സാർവത്രിക സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ കുടുംബത്തിൽ നിന്നും അവർ ഒറ്റപ്പെട്ടു, സമൂഹത്തിൽ അവർ ഒറ്റപ്പെട്ടു, പൊതു ചടങ്ങുകളിൽ നിന്ന് അവർ ബഹിഷ്കൃതരായി. നമുക്കെല്ലാം അതറിയാം. നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ല. വിവാഹ സൽക്കാരങ്ങളിൽ നിന്ന് അവരെ ബഹിഷ്കരിച്ചു, പൊതുചടങ്ങുകളിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. അവരുടെ കാര്യങ്ങൾക്ക് ആരും സഹകരിക്കാതായി. ഇങ്ങനെയെല്ലാമുള്ള ധാരാളം ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ട് നമ്മുടെ പൂർവികർ സഹനത്തിലൂടെയാണ് ഈ സഭയെ കെട്ടിപ്പടുത്തത്. അങ്ങനെ വളർന്നു വന്ന സഭാ കൂട്ടായ്മയാണ് നമ്മുടെ ഏറെ വില നൽകി വളർത്തിക്കൊണ്ടുവന്ന കൂട്ടായ്മയാണ്. അത് വിശ്വാസത്തിന് വേണ്ടി ജീവിതം ത്യജിച്ചവരുടെ കൂട്ടായ്മയാണ്.
മറ്റ് യാതൊരു കാര്യങ്ങളും നോക്കാതെ ശ്രദ്ധിക്കാതെ ഈ സാർവത്രിക സഭാ കൂട്ടായ്മ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക്, മിശിഹാ തമ്പുരാന്റെ വിശ്വാസ പൂർണ്ണതയ്ക്ക് അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞവരുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് എന്ത് വില കൊടുക്കാനും അവരെ തയ്യാറായിരുന്നു. അതുകൊണ്ട് മാറിമനസ്സിലുമേനെ അതെല്ലാം വ്യക്തമായിട്ട് തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും കൂട്ടായ്മയുടെ ചരിത്രത്തിൽ അത് വ്യക്തമായിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ കാരണന്മാർ പറഞ്ഞു കേട്ട അനുഭവം നമുക്കുണ്ട്. മരവാൻസിനുവേണ്ടി തന്നെ മരണസമയത്ത് പോലും പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ, ഞാൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലോകമാസകലം ഇന്ന് ഈ ചെറിയ കൂട്ടായ്മ അനുഭവിക്കുന്ന അംഗീകാരമുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കൃപകളുണ്ട്. അതെല്ലാം ആ വന്യപിതാവിൻ്റെ ധന്യനായ മാറിമനുഷ്യപിതാവിൻ്റെ മാധ്യസ്ഥം. അദ്ദേഹത്തോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധനെന്ന് സർവരും വിളിച്ചിരുന്ന, ജീവിക്കുന്ന വിശുദ്ധനെന്ന് വിളിച്ചിരുന്ന യാക്കോബ് മാർ തിരുമേനിയുടെ മധ്യസ്ഥവും പ്രാർത്ഥനയും നമ്മുടെയൊക്കെ പൂർവികർ, ഇവരോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഈ വേദന അനുഭവിച്ച് സഭയെ കെട്ടിപ്പടുക്കുന്ന നമ്മുടെ പൂർവികർ, നമ്മുടെയൊക്കെ വല്യപ്പൻ്റെ അപ്പനൊക്കെ, ഇവരൊക്കെ ഈ ഇതിനു വേണ്ടി ത്യാഗം അനുഭവിച്ച വിശുദ്ധരായ മനുഷ്യരാണ്. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് നാം നിൽക്കുക. അവരുടെയൊക്കെ ദൈവപ്രീതിയുടെ പിൻബലത്തിലാണ് നാം നിൽക്കുക എന്ന് മറന്നുപോകരുത്. മിശിഹാ തമ്പുരാനോട് പൂർണ്ണമായി ഒത്തുചേരാൻ, മിശിഹാ തമ്പുരാന്റെ ശരീരമായ സഭയോട്, സഭയുടെ ഈ മറിവാനുസരമേനെ തന്നെ നമ്മുടെ പൂർവികരും എങ്ങനെയാണ് സത്യസഭയെ കണ്ടത്? ധാരാളം സഭകൾ, സഭയ്ക്കുണ്ടായിരിക്കേണ്ട 4 ലക്ഷണങ്ങളെയും അത് വിവിധ സഭകൾ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്. പക്ഷേ അത് ഏത് സഭയിലാണെന്ന് ദർശിക്കാൻ സാധിക്കുക. മരവാൻസിനോട് വലിയ അന്വേഷണമുണ്ടായി. ഈ 4 ലക്ഷണങ്ങൾ വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്ന, ഇപ്പോൾ വീണ്ടും നമ്മൾ ഉടനെ തന്നെ ചെല്ലാൻ പോകുന്ന ഈ 4 ലക്ഷണങ്ങൾ എവിടെ കാണാൻ സാധിക്കും? അതേ വലിയ പണ്ഡിതനായിരുന്നു, ഗവേഷണം നടത്തിയിട്ടാണ് അനേക ചരിത്രങ്ങൾ, സഭയുടെയും ലോകത്തിൻ്റെയും ചരിത്രം അവഗാഹം പഠിച്ചിട്ടാണ്, ആരാധനാക്രമങ്ങൾ അദ്ദേഹം നന്നായി പഠിച്ചിട്ടാണ് തിരിച്ചറിഞ്ഞത് റോമ മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന സഭയാണ് കർത്താവിൻ്റെ യഥാർത്ഥ സഭ. അങ്ങനെയാണ് അദ്ദേഹം ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചത്. ഈ കൂട്ടായ്മ പത്രോസ് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ്. പത്രോസിന്റെ പിൻഗാമി നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ യേശുവിനെ അംഗീകരിച്ചിരിക്കുന്നു. സഭയോട് വലിയ മമതയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. യേശു എന്ന് പറയുന്ന വ്യക്തി 33 വർഷം ഈ ലോകത്ത് ജീവിച്ചിട്ട് മരിച്ചു പോയിട്ട് 2000 വർഷമായി. പിന്നെ ആ വ്യക്തിയോട് ബന്ധമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയെ പിന്നീട് ലോകം എങ്ങനെയാണ് അറിയുന്നത്, കാണുന്നത് എങ്ങനെയാണ്, മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? വ്യക്തമാണ്, സഭയിലൂടെയാണ്. യേശു തമ്പുരാന് പെന്തക്കോസ്തയിൽ ഒരു പുതിയ ശരീരം ധരിച്ചു. അവൻ മരിച്ച് കബറടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു, മഹത്വീകൃത ശരീരം. പക്ഷെ പെന്തക്കോസ്തേ ദിവസം അവൻ വേറൊരു ശരീരം ധരിച്ചു. അതാണ് സഭയെന്ന് പറയുന്നത്. അന്നാണ് സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രഘോഷിക്കപ്പെട്ടത്. അപ്പൊ ഈ സഭ അവന്റെ ശരീരമാണ്. നാമൊക്കെ അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അവൻ ശിരസ്സാണ്. യേശുതമ്പുരാനോടുമായി ബന്ധപ്പെടേണ്ടവൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലാതെ എനിക്ക് സഭയുമായിട്ട് വലിയ കൂട്ടായ്മയില്ല, യേശുവിനുമായിട്ടാണ് കൂട്ടായ്മ എന്ന് പറയുന്നവൻ നിരർത്ഥകമായ ചില വചനങ്ങൾ പറയുന്നു എന്നല്ലാതെ അവന് യേശുവുമായിട്ട് കൂട്ടായ്മയില്ല. യേശുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ സഭയുമായിട്ട് ബന്ധപ്പെടും. സഭയുടെ ഈ കൂട്ടായ്മ, സാർവത്രിക സഭ, ഏകം, വിശുദ്ധം. കാരണം വിശുദ്ധമായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. സഭ യേശുവിന്റെ ശരീരമാണ്. യേശു വിശുദ്ധനാണ്, അവന്റെ ശരീരമാണ് സഭ. അപ്പൊ സഭയും വിശുദ്ധമാണ്. ശ്ലൈഹികമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലികം, ശ്ലൈഹികം, ശ്ലീഹന്മാരാൽ പ്രഘോഷിക്കപ്പെട്ട് ഓരോ സംസ്കാരത്തിൽ രൂപപ്പെടുത്ത സഭയാണ്. അല്ല ഇന്നലെ ഉണ്ടായ സഭയാവില്ല. അങ്ങനെ സഭ ഉണ്ടാകാൻ പറ്റില്ല. അതൊരു കൂട്ടായ്മയായിട്ട് വേണമെങ്കിൽ നിലനിൽക്കാൻ പറ്റും. പക്ഷെ അത് സഭയാകണമെങ്കിൽ ശ്ലൈഹികമായിട്ടുള്ള ആ ബന്ധം ഉണ്ടായിരിക്കണം.
നാം അത് എഴുതി മാർത്തോമാശ്രീയായിലൂടെ, പത്രോസിന്റെ കൂട്ടായ്മയിലായിരിക്കുന്ന മാർത്തോമാശ്രീയായുടെ വചനത്തിലൂടെ അത് നമ്മുടെ നാട്ടിൽ അത് പ്രഘോഷിക്കപ്പെടും. അതിലൂടെയാണ് നമ്മുടെ സഭ രൂപീകൃതമായത്. അതുകൊണ്ടാണ് ഈ സാർവത്രിക സഭയിൽ 25 സഭകളുള്ളതിൽ ഓരോ സ്ഥലത്ത് രൂപീകൃതമായ സഭ അവിടുത്തെ സംസ്കാരത്തില്, അവിടുത്തെ ഭാഷയിൽ, അവിടുത്തെ ആചാര രീതികളിൽ, അവിടുത്തെ ആരാധനാ രീതികളിലൊക്കെ രൂപീകൃതമായി വന്നതാണ്. വിശ്വാസം എന്നാണ് ഏകമാണ്, അടിസ്ഥാനം ഏകമാണ്, നേതൃത്വം ഏകമാണ്. പക്ഷെ ഇത് വ്യത്യസ്തമായിരിക്കുന്നത് ഈ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ വിശ്വാസം പ്രഘോഷിക്കപ്പെട്ട് ആഘോഷിക്കപ്പെട്ട് ജീവിക്കപ്പെട്ടപ്പോഴുണ്ടായ വ്യതിയാനങ്ങളാണ്. അതെല്ലാം സഭയുടെ പൈതൃകം തന്നെയാണ്. എന്നാണ് നമ്മൾ ശിവമലങ്കര സഭയിൽ നമ്മുടേതായ പൈതൃകങ്ങളിൽ, ആരാധനാ രീതികളിൽ, ആചാരങ്ങളിലൊക്കെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ ഓരോന്നും ഇപ്പൊ നമുക്ക് തമ്പുരാൻ നൽകിയിരിക്കുന്ന സഭ ഇതാണ്. കൊണ്ടാണ് നമ്മൾ ഇവിടെയാണ് നമ്മൾ യേശുവിനെ കണ്ടെത്തേണ്ടത്, വേറെ എങ്ങുമല്ല. ചിലരൊക്കെയെങ്കിലും മറ്റു ചില സ്ഥലങ്ങളിൽ യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. തമ്പുരാന്റെ ക്രമീകരണം നാം കണ്ടെത്തേണ്ടത് ഈ പശ്ചാത്തലത്തിലാണ്, ഈ കൂട്ടായ്മയിലാണ്. കൊണ്ടാണ് നമ്മൾ ചെറുതെങ്കിലും നമ്മുടേതായിട്ടുള്ള കൂട്ടായ്മയെ നിലനിർത്തുകയും ഇതിലൂടെ നമ്മൾ യേശുവിനെ തിരിച്ചറിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കണമെന്നുള്ള ദൈവിക പദ്ധതിയോട് ഉൾച്ചേരുകയും ചെയ്യുന്നത്. ഇപ്പൊ ഈ സഭയുടെ 4 ലക്ഷങ്ങളും മാറിവാന സിനിമയിൽ കണ്ടെത്തിയത്, നമ്മുടെ കാരണവന്മാരെ കണ്ടെത്തിയത് ഈ പത്രോസ് നേതൃത്വം നൽകുന്ന സാർവത്രിക സഭയിലാണ്. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ചിലരുള്ള ഒരു പള്ളിയിൽ, അവിടെ അടുത്ത ഓർത്തഡോക്സ് പള്ളിയിൽ അവിടെ എല്ലാ വർഷവും കൺവെൻഷനുണ്ട്. നമ്മുടെ സെവറോസ് തിരുമേനി, തേഫിലോസ് തിരുമേനിക്ക് ശേഷം തിരുവല്ലാധിപതിരാസനത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്ന സെവറോസ് തിരുമേനി, അദ്ദേഹം അദ്ദേഹത്തെ മെത്രാനാക്കിയത് ഈ പുനരൈക്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ, മധ്യ തിരുവിതാംകൂറിലാണ് ഇതിന്റെ ശക്തി കേന്ദ്രം, അതിനെ എതിർക്കാനായിട്ട് കത്തോലിക്കാ സഭയുടെ ഏറ്റവും വെറുപ്പ് പുലർത്തുന്ന അച്ഛനെ മെത്രാനാക്കിയത്. അങ്ങനെയാണ് അദ്ദേഹത്തെ മെത്രാനാക്കിയത്. അദ്ദേഹം ഈ പുനരൈക്യത്തിന് വളരെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് നടന്നയാളാണ്. അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ പള്ളിയിൽ അവിടെ ഈ കൺവെൻഷൻ എല്ലാ വർഷവും നടത്താറുണ്ട്. അവിടെ കൺവെൻഷൻ നടത്തുമ്പോൾ അന്ന് ഈ പുനരൈക്യം ഉണ്ടായതുകൊണ്ട് പുനരൈക്യത്തെ എതിർക്കുക എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ല, വചനം പറയുക എന്നുള്ളതല്ല. അതിന് വടക്ക് നിന്നൊരു സക്കറിയ ശമാശനെ കൊണ്ടൊരു പതിവായിരുന്നു. എല്ലായിടത്തും അദ്ദേഹമായിരുന്നു മെയിൻ പ്രസംഗമായി. കാരണം അദ്ദേഹത്തിന്റെ പ്രത്യേകത, സക്കറിയ ശമാശൻ എന്ന് പറയുന്ന ശമാശൻ വടക്കനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ നിന്നുള്ളവരിലൂടെ കാണും. സക്കറിയ ശമാശന്റെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടെന്ന് ക്ഷമിച്ചേക്കുക, സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തെ അതിനെ പ്രസംഗിക്കുന്നു. അദ്ദേഹം വലിയ പുസ്തകം കൊണ്ടുവരും. അപ്പോൾ ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്ന് പറയുന്നതാണ് അന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. ഇന്ന് ഗൂഗിള് നമുക്ക് സെർച്ച് ചെയ്താൽ മതി. മറ്റേ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നോക്കിയാൽ. അപ്പം അതിൻ്റെ അനേക വോളിയംസ് ഉണ്ട്, എല്ലാം തിക്ക് വോളിയംസാണ്. ഇദ്ദേഹം അങ്ങനെ ഒരു പുസ്തകമായിട്ട് വരും, എന്നിട്ട് പ്രസംഗിക്കുമ്പോഴേ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ട് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. വളരെ ഔദ്യോഗിക രേഖയല്ലേ. അദ്ദേഹത്തിൻ്റെ ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഒന്നുമില്ല, കുറെ മാസികകൾ ബൈൻഡ് ചെയ്ത് ഒരു വലിയ പുസ്തകമായിട്ട് അദ്ദേഹം ബൈൻഡ് ചെയ്ത് കൊണ്ടാണ് വരുന്നത്. തുറന്നിട്ടിട്ട് അങ്ങ് പറയും, എൻ്റെ പേജിൽ നിന്നൊക്കെ പറയാം, ആരുടെയിലായിരിക്കുന്നത് റെഫർ ചെയ്യാൻ പറ്റില്ല, എൻസൈക്ലോപീഡിയ ആരുടെയിലാണുള്ളത്. അപ്പം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മാർപ്പാപ്പയ്ക്കെതിരായിട്ടും സഭയ്ക്കെതിരായിട്ടും കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടും പ്രസംഗിക്കുമ്പോഴേ ഒരിക്കലും അവിടെ ഇങ്ങനെ സഭയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുമ്പോൾ അവിടുത്തെ വിചാരിച്ചന് എഴുന്നേറ്റ് പറഞ്ഞു, മാഷ പ്രസംഗം നടത്താൻ പറഞ്ഞു. അവിടെ വലിയ പ്രകോപനമായി. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആരാധനാക്രമത്തിൽ, നമ്മുടെ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും ഒക്കെ പറയുന്ന കാര്യം ഇങ്ങനെയല്ലല്ലോ. പത്രോസ് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് യഥാർത്ഥ കൂട്ടായ്മ എന്നല്ലേ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ യാമനമസ്കാരത്തിലുണ്ട്. അത് നമ്മുടെ ഔദ്യോഗിക യാമനമസ്കാരത്തിൻ്റെ പേര് അച്ഛന്മാരും മഠത്തിലും ആശ്രമത്തിലൊക്കെ ചൊല്ലുന്നതും വൈദികർ ദിവസവും ചൊല്ലുന്ന യാമനമസ്കാരമാണത്. ക്ഷീമ നമസ്കാരത്തിനുണ്ട്. മാത്രമല്ല മെത്രാൻച്ചന്മാരെയും ബാബാമാരെയും പാത്രീസ്മാരെയും ഒക്കെ സ്വീകരിക്കുമ്പോൾ ചെല്ലുന്ന പാട്ട്, ഈ പാട്ടറിയാവുന്നവർക്കറിയാം. പാട്ട്
തോപശിലും പാട്ട് പാടി വരുമ്പോഴേ അപ്പം അവിടെ പാടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൈമുത്തുമ്പോൾ അവരുടെ ആഘോഷമായ കൈമുത്തിൻ്റെ സമയത്തൊക്കെ ചൊല്ലുന്ന പാട്ടുണ്ട്. അവിടെ പത്രോസ് നേതൃത്വം നൽകുന്ന കൂട്ടായ്മ സുറിയാനി പാടുന്നുണ്ട്. അപ്പം ഈ അച്ഛൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ നമ്മളവിടെ പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ആരാധനക്രമത്തിലുള്ളതും. പിന്നെ അമ്മച്ചൻ എന്തേ പറയുന്നു നിർത്താൻ പറഞ്ഞു. അവിടെ വലിയ പ്രശ്നങ്ങളായി, രണ്ടായിട്ട് തിരിഞ്ഞ് വലിയ പ്രശ്നമായി. അപ്പോഴേ ആ സമയത്ത് ശേഖരസിനുമേനി അത് വഴി കടന്നു. അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ഭവനത്തിലേക്ക് പോകുന്ന സന്ദർഭമായിരുന്നു. എൻ്റെ ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ തിരുമേനിക്കാരെല്ലാം തടഞ്ഞു. പിന്നെ വലിയ പ്രശ്നമായിരിക്കുന്നു അവിടെ. അപ്പം തിരുമേനിയപ്പൻ്റെക്കത്തെ മർഹശികാന്തി എതിർക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മൾ എതിർക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നന്നായിട്ട്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ബോധ്യമാണ്. അദ്ദേഹം പഠിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല ബോധ്യമായി. പറയുന്നത് ശരി, ഈ അച്ഛൻ പറഞ്ഞാൽ ശരി, ചമ്മാശൻ പറഞ്ഞതല്ല. അപ്പം അങ്ങനെ അവിടെ ഒരു വലിയ ഭിന്നിപ്പ് പള്ളിയിലുണ്ടായി. അതിനുശേഷം ധാരാളം ആൾക്കാർ ഈ അച്ഛൻ ഉൾപ്പെടെ എല്ലാം കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെട്ടു. ഈ തിരുമേനിയും പിന്നീട് കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെട്ടു. ഈ സഭയുടെ 4 ലക്ഷണങ്ങൾ കത്തോലിക്ക സഭയിൽ കാണാൻ സാധിക്കും. മറ്റവർക്കൊക്കെ അത് ചൊല്ലുന്നവരെല്ലാം ഇത് ചൊല്ലുന്നുണ്ട് വിശ്വാസ പ്രമാണത്തിൽ. പക്ഷേ ഈ ലക്ഷണം അവരുടെ സഭയിലില്ല. മാരവാൻസിൽമേനെ തിരിച്ചറിഞ്ഞിരുന്നു, നമ്മുടെ പൂർവികരും തിരിച്ചറിഞ്ഞിരുന്നു. നമുക്കതിൽ സന്തോഷിക്കാം. ഈ പൂർണ്ണമായ കത്തോലിക് യേശുമിശിഹ സ്ഥാപിച്ച കൂട്ടായ്മയുടെ പൂർണ്ണത നിലനിൽക്കുന്ന സാർവത്രിക സഭ കൂട്ടായ്മയിലാണ് നാം. അതിലെ ഒരു പൗരസ്ത്യ വ്യക്തിഗത സഭയിലെ അംഗങ്ങളാണ്. അങ്ങനെ നമ്മൾ ഈ നിത്യരക്ഷയുടെ പാതയിൽ പൂർണ്ണതയിലേക്ക്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിയ കൂട്ടായ്മയാണ്. അതാണ് നമ്മുടെ സന്തോഷം. അപ്പൊ ഇവിടെ ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരാധനാ പൈതൃകം, നമ്മളിവിടെയാണ് ജനിച്ചത്, നമ്മളിവിടെയാണ് ആയിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ ജനിച്ചു, എന്തുകൊണ്ട് ഇന്ന വീട്ടിൽ നിങ്ങൾ ജനിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അതുപോലെ എന്തുകൊണ്ട് കുശവനുണ്ടാക്കിയ ഈ പാത്രം ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാൻ കളിമണ്ണിന് അവകാശമില്ല. കുശവൻ അങ്ങനെ ഒരു പർപ്പസിനാണ് ഉണ്ടാക്കിയത്. ഇതുപോലെ ഞാൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ ജനിച്ചു, ഞാൻ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ജനിച്ചു, ഞാൻ എന്തുകൊണ്ട് ഈ സഭയിൽ അംഗമായി, ആ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതി അംഗീകരിച്ചതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് രക്ഷയിലേക്കുള്ള വഴിയിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കൂട്ടായ്മയെങ്കിൽ ഈ കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് ഐക്യത്തിന്റെ സന്ദേശം നൽകുന്നത്. നമുക്കറിയാം, ഇന്ന് വിഘടനത്തിന്റെ രൂപയാണ് എല്ലായിടത്തും. ഐക്യത്തിലേക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് നമുക്കറിയാം, നമ്മുടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകളിലും കുടുംബങ്ങളിൽ പോലും ഐക്യപ്പെട്ട ഏകമനസ്സോടെ ആയിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ലോകത്തോട് ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചു പറയുന്ന ഒരു ചെറിയ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മ. ലോകത്തിന് തന്നെ മാത്രമേ ആണത്. കാരണം ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു കൂട്ടായ്മ. എല്ലായിടത്തും വിഘടനവും വിഭജനവും ഐക്യരാഹിത്യവും മാത്രം കാണുന്ന ലോകത്ത് ഐക്യത്തെ പ്രഘോഷിക്കുന്ന, ഐക്യത്തെ കാണിച്ചു കൊടുക്കുന്ന, ഐക്യത്തെ ജീവിച്ചു കാണിക്കുന്ന ഒരു സമൂഹം. ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത. അതൊരു വലിയ ദൈവകൃപയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് ഇതിൽ ജീവിക്കാനായിട്ട് ഈ തമ്പുരാന്റെ യേശു തമ്പുരാന്റെ പ്രാർത്ഥനയുടെ ഫലമാണിത്. എന്റെ പ്രാർത്ഥനയിൽ നമ്മൾ വായിച്ചതാണ്. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കണം. അവൻ അന്നേ ഭിന്നതയൊക്കെ കണ്ടതാണ് യേശു തമ്പുരാൻ. നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കേണ്ട ഒരു പിതാവേ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമേറ്റവരാണ് നമ്മൾ, അത് അനുഭവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ഈ ഐക്യത്തിന്റെ അനുഭവി ഇത് തന്നെയാണ്. പക്ഷേ ഓണത്തിന്റെ സന്ദേശം ഇതല്ലേ, ഈ ഐക്യത്തിന്റെ കൂട്ടായ്മയുടെ അതിൻ്റെ സന്തോഷം ജീവിക്കുന്ന, അനുഭവിക്കുന്ന, പ്രകടമാക്കുന്ന ഒരു ദിവസമല്ലേ അത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഐക്യത്തിൻ്റെ മക്കള് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഈ കൂട്ടായ്മയുടെ സന്ദേശം നമ്മുടെ കുടുംബങ്ങളിലൂടെ ഈ സാക്ഷ്യം വെളിവാക്കാൻ സാധിക്കണം. 94ാമത് പറ്റേക വാർഷികം ആഘോഷിക്കുമ്പോഴേ നമ്മൾ 6 വർഷം അപ്പുറത്ത് അതിൻ്റെ ശതാബ്ദിയിലേക്ക് കടന്നു വരും. ശതാബ്ദിക്ക് മുൻപുള്ള 6 വർഷങ്ങൾ സഭയിലെ 6 പ്രത്യേക ദർശനങ്ങൾ നൽകിക്കൊണ്ട് ശതാബ്ദിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഒരു വലിയ ദർശനം നമ്മളെടുത്തത് നമ്മുടെ കൂട്ടായ്മയിൽ ഭവനങ്ങളില്ലാത്ത എല്ലാവർക്കും ഭവനം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നാം എല്ലാവരും ഒരുങ്ങുകയാണ്. ഭവനങ്ങളില്ലാത്തവർ കയറി കിടക്കാൻ സുരക്ഷിതമായി, മഴ നനയാതെ, വെയിൽ കൊള്ളാതെ, മഞ്ഞു കൊള്ളാതെ ഒന്ന് ഉറങ്ങാൻ,
കുഞ്ഞുങ്ങളെ ഒന്ന് സംരക്ഷിച്ച് നിർത്താൻ ആകുലതയില്ലാതെ നിർത്താൻ ഒരു അച്ചറവില്ലാത്ത വീടില്ലാത്ത ഭവനം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാവർക്കും ഭവനങ്ങളും പദ്ധതി ആരംഭിച്ചു. നമ്മളതിനകത്ത് സജീവമായിട്ട് പങ്കുചേരണം. മറ്റൊന്ന്, നമ്മളെല്ലാ വർഷവും ഓരോ പ്രത്യേക വിഷയമെടുത്ത് അത് നമ്മുടെ കൂട്ടായ്മയിൽ ജീവിച്ച് അനുഭവത്തിൽ വളരാൻ ശ്രമിക്കുന്നു. ഈ വർഷം ഈ 20-ാം തീയതി മുതൽ 2025 സെപ്റ്റംബർ 19 വരെ വചനവർഷമായിട്ട് സഭ ഞാൻ പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, വചനവർഷത്തിൽ ദൈവവചനം ധ്യാന വിഷയമാക്കുന്നു, പഠന വിഷയമാക്കുന്നു, പ്രാർത്ഥനാ വിഷയമാക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ വചനവർഷമാണ്. അടുത്ത ഞായറാഴ്ചയാണ് എല്ലാ പള്ളികളിലും അത് സമാരംഭിക്കുകയാണ്. നമ്മളും അതിവിടെ ആരംഭിക്കുന്നു. അതുകൊണ്ട് ഈ വർഷം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരുടെയും ഭവനങ്ങളിൽ ദൈവവചനം ഉണ്ടായിരിക്കും. കത്തോലിക്ക ബൈബിൾ, പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ, അതിനകത്ത് എല്ലാ പുസ്തകങ്ങളും നമുക്കറിയാതെ അവർ ചില വിശ്വാസങ്ങൾ മാറ്റാൻ വേണ്ടി ഗ്രന്ഥങ്ങളില്ലാതാക്കി ചരിത്രത്തിന്റെ വികലത. പക്ഷെ നമ്മുടെ ഒരു കാത്തലിക് ബൈബിൾ, മലയാളം വായിക്കുന്നവർക്ക് അതൊരു POC ബൈബിൾ, അതിനാൽ കേരള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക കേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബൈബിൾ. നിങ്ങൾ നാട്ടിൽ പോയിച്ച് വരുമ്പം 40 കിലോ 30 കിലോ 25 കിലോ ഒക്കെ കൊണ്ടിരുന്നുണ്ട്. അത് ഉണക്കപ്പുളിയും ഉണക്കമീനും പല കാര്യങ്ങളും ഉണക്കമീനും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടി എന്നാണ് സാധനമായിട്ട് ഒരു ബൈബിൾ കൊണ്ടുവരാനായിട്ട്. അതിന് വേണ്ടി തൂക്കമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ പുസ്തകം കൊണ്ടുവരാൻ, ഒരു കുർബാനക്രമം കൊണ്ടുവരാനായിട്ട് ഇതൊന്നും സാധിക്കാതെ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾ ദൈവമക്കളാക്കി വളർത്താമെന്നാണ് കരുതിയിരിക്കുന്നത്. ഉണക്കപ്പുളിയും ഉണക്കമീനും കൊടുത്തിട്ട് അങ്ങനെ വളരത്തില്ല. ഞാനിത് വളരെ ഗൗരവമായിട്ടങ്ങ് പറയുകയാണ്. ഉണക്കപ്പുളി ഉണക്കമീനും സാമ്പാറും കഴിച്ചിട്ടൊന്നും ഒരുത്തന് ഇവിടെ ഈ നാട്ടില് ദൈവമക്കളായിട്ട് വളരത്തില്ല. അവനെ അതുകൊണ്ട് ഈ ബൈബിൾ എല്ലാ വീട്ടിലും അടുത്ത ഞായറാഴ്ച അത് പ്രതിഷ്ഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ബൈബിൾ POC എത്തിക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ കാത്തലിക് ബൈബിൾ പല ഭവനങ്ങളും അതില്ല. ഞാൻ പിന്നെ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വെച്ച് നിങ്ങളെ അവഹേളിക്കുന്നതെന്ന് വെച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ഒരു ബൈബിള് വീടുകളിൽ ബൈബിൾ കൊണ്ടുവരേണ്ടി വരുമ്പം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ഗതികേട്. ചിലപ്പോൾ ചില അടുത്ത വീട്ടിൽ നിന്ന് കസേരയൊക്കെ എടുത്തുകൊണ്ട് വരും. കാരണം കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളതുകൊണ്ട് ഒത്തിരി കസേര ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ബൈബിള് അടുത്ത വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക, അല്ലെ അടുത്ത വീട്ടിലും ഇല്ല, എന്നെന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കരുത്. അടുത്ത ഞായറാഴ്ച നമ്മുടെ എല്ലാ വീട്ടിലും ബൈബിള് വളരെ പ്രകടമായ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കേണ്ടതാണ്. ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും കാത്തലിക് ബൈബിൾ. നാട്ടിൽ പോയിരിക്കുന്നവരോട് വിളിച്ച് പറഞ്ഞു, 2-3 പേര് പോയിട്ടുണ്ട്. അവരോട് വിളിച്ച് പറഞ്ഞു, അവർ ചില ഈ ഉണക്കമീൻ കാന്താരിയൊന്നും കൊണ്ടുവരണ്ട, ഒരു ബൈബിൾ കൊണ്ടുതരാൻ പറഞ്ഞു. അഡീഷണൽ ഭാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പൈസ കൊടുത്തു, ഞങ്ങൾ തന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുകൊണ്ട് ബൈബിളെല്ലാം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് വായിക്കണം. അതിനൊരു പദ്ധതി സഭ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും അതിൽ ഉൾച്ചേരണം. എന്ന് പറഞ്ഞാൽ വചനം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ബാബാ തിരുമേനിയുടെ ഒരു സർക്കുലർ ഉണ്ട്. അത് ഞാൻ ഈ ആഴ്ച അത് നമ്മുടെ PRO എല്ലാവർക്കും അത് സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായി വായിക്കണം. അത് 1-2 പേജുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉടനെ അത് ഡിലീറ്റ് ചെയ്ത് കളയരുത്. അത് ഡിലീറ്റ് ചെയ്ത് സൂക്ഷിക്കണം, അത് സേവ് ചെയ്ത് ഇടണം, അതൊന്ന് വായിക്കണം. അതനുസരിച്ച് ജീവിക്കാനായിട്ട് വീട്ടിലും അങ്ങനെ ബൈബിൾ ഒരു പഠന വിഷയമാക്കാൻ സഭയിൽ അതിനൊരു പഠന പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഒരു പഠന പദ്ധതി, അത് നിങ്ങൾക്ക് ചേരാം. ഇവിടെയും വിവിധ സംഘടനകളുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വചനം ഒന്ന് പഠന വിഷയമാക്കാം. അതുകൊണ്ട് ബൈബിള് എല്ലാ ഭവനത്തിലും ഉണ്ടാകണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് പണ്ടൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവിടുന്ന് പണ്ടൊക്കെ എനിക്കത് പറയാമായിരുന്നു. കാരണം ആ ഇടവക്കാരെ ഉള്ളായിരുന്നു. ഇപ്പം ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും നിന്നുള്ള ആൾക്കാരുള്ളപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അവിടെ നിന്നുള്ളവർ ഈ പള്ളിയിലുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഇത് വീട്ടിൽ ചെന്ന് ബൈബിൾ ചോദിച്ചപ്പോഴേ ഉണ്ടെന്ന് പറഞ്ഞു. പയ്യനാ പറഞ്ഞു. അവനാണോ ഇപ്പോൾ വളർന്ന് ഇവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞേ. അവൻ ചാടി കൂടി ചാടി കയറി അവനെ തട്ടുപ്പുറത്ത് കയറി. തട്ടുപ്പുറത്തെ എടുത്തു. ഞാൻ എന്തോടാ നീ എന്തിനാ അങ്ങോട്ട് കയറി? ബൈബിൾ എടുക്കാൻ പോകുന്നു. അവൻ ബൈബിൾ എടുത്തുകൊണ്ട് പോകും. തട്ടുപ്പുറത്ത് പുസ്തകങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന കൂട്ടത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് അവൻ എടുത്തുകൊണ്ട് പോകും. ബൈബിൾ ഉണ്ടോ അവനറിയാം. കാരണം അവൻ ഈ പഴക്കുരയൊക്കെ പഠിപ്പിക്കാൻ വെക്കുന്ന അവിടെ പഴം മോഷ്ടിക്കാൻ കയറുമ്പോൾ അവന് കൈ കണ്ടിട്ടുണ്ട്. അതിനെ വായിച്ചു വരികയല്ല,
ബൈബിളോട് ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് പഴം എടുത്ത് കഴിക്കാൻ കയറുമ്പോഴേ അന്ന് എടുത്തോണ്ട് വന്നപ്പോഴേക്ക് അവനല്ല ഇവിടെ ഉള്ളത്, ഇതിലുള്ളവൻ്റെ അപ്പനാണോ അറിയത്തില്ല. കാരണം ഞാൻ ആ പള്ളിയിൽ ഇരുന്നിട്ട് വർഷങ്ങൾ ഒത്തിരിയായി. ഇപ്പം ചില ചിരിക്കുന്നുണ്ട് പഴയ പള്ളിയിൽ ഇരുന്നവർ, അവർ ആണോ ഞങ്ങളുടെ അപ്പനാണോ അവർ ചിന്തിക്കുന്നത്. അതെന്തും ആയിക്കോട്ടെ, ബൈബിള് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ പഠനങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം വീട്ടിലും ഉണ്ടായിരിക്കുക. പിന്നെ വരും വർഷങ്ങൾ ഓരോ ദർശനമെടുത്തിട്ട് സഭ നമുക്ക് നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, നമ്മുടെ ശതാബ്ദി വർഷമാകുമ്പോഴത്തേക്ക് നവീകരിക്കപ്പെട്ട കുടുംബങ്ങളും വ്യക്തികളും കൊടുക്കുന്ന സഭയായിട്ട് തീരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ എല്ലാവരും അതിനകത്ത് പങ്കുചേരുന്നുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി, സഭയെ നയിക്കുന്നവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ആത്മീയമായിട്ട് പോഷണത്തിന് വേണ്ടി നമ്മളെ സഹായിച്ച ഏറെ മനുഷ്യരുണ്ട്. അവരെല്ലാം ഓർന്ന് പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. രണ്ടാം മുറി എന്തിനാ അടച്ചിട്ട്? എന്തിനാ ആണോ? ഞങ്ങൾ ചില മടിയന്മാരവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ടാണോ? നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരുടെ കീർത്തിയും എല്ലാതേരും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് നയിച്ച ഉന്നതനും ശ്രേഷ്ഠനും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയേറെ രക്തത്താൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തേക്ക് ഉയർത്തിയ പ്രധാന ആചാര്യനുമായ കർത്താവിന്റെ സ്തുതി. ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധരഹസ്യങ്ങൾ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർത്ഥതയാൽ എന്റെ അസംഖ്യമായ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനെ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കൾ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആർദ്രതയുടെയും പരിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാതമ്പുരാനെയും ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമറിയുള്ള സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്വന്തം ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമയുടെ നിനക്ക് സ്തുതി.
ഭൂമിയിൽ നിന്നെ പൂഴിയായ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന ശ്രോഭേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രം പാടുന്നു. അഗ്നിമയമായി സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന്റെ മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുന്നിൽ സമർത്ഥമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപത്രം കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നതിന് മുൻപാകെ സമ്മേളിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവനിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, അധർമ്മങ്ങൾ ഞങ്ങളെ വിമുക്തരാക്കി അനശ്വരവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുക. കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഭാവ്യമായ ഈ ദാസൻ ദൈവമേ അങ്ങയോട് ഏറ്റുപറയുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പുത്രൻ തമ്പുരാൻ പരിശുദ്ധൻ, പരിശുദ്ധ റൂഹ പരിശുദ്ധനാൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകലപരേതരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സലിവ് തോന്നിക്കരണ ചെയ്തുകൊണ്ട് ഭാവിയായി ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവനാകുന്നു. വിജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും പിതാവിനോട് സമത്വമുള്ളവനും സർവശക്തിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് നൽകി വിശുദ്ധനായ ദൈവമായ വിശുദ്ധനാകുന്നു ശരീരമായി തീർന്ന മനുഷ്യരായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മനുഷ്യരടക്കപ്പെട്ട് തിരുമനസ്സായ പ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്നും ജീവനെയും മനുഷ്യരെയും വിളിപ്പാൻ വലിയ മഹത്വങ്ങളെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തെ അവസാനമില്ലാത്തവനും ഏകർത്താവായ വിശ്വസിക്കുന്നു. സ്ഥലത്തെ ജീവിക്കുന്ന കർത്താവും പിതാവും പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തര സംസാരിച്ചവരുമായി ജീവനിശ്ചയമായും കാതലികവും സ്നേഹികവും ഏകവും വിശ്വമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമുള്ള പാപമോചന ഒന്ന് മാത്രമേ മനുഷ്യമാരുടെ ഒരു വാണിജ്യ ലോകത്തെ ഒരു ജീവമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു.
യാചിക്കേണ്ടും സമയമിതാ, മോദിക്കും നാഴികയിതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ശാന്തി സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കരുണാപൂർവ്വം സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനത്തിന് യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹോ നൽകി കർത്താവിൻ സ്നേഹോ നൽകി വാസം ചെയ്തിടട്ടെന്നും ചുംബിക്കണം. കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. അനുഗ്രഹസമ്പൂർണമായ നിന്റെ വലതുകരം ആവശ്യിപ്പിച്ച് തിരുമുൻപാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ ദാസരുമാരാധുരമായവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീയവനെ നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും
എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭംഗിയോടുകൂടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും ശ്രോബേന്മാരും ഔദ്വേന്മാരും മോറാവോസന്മാരുമായ അദൃശ്യരും അസംഖ്യങ്ങളുമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനമായ വാക്കുകളാൽ ഇടപെടാതെ വിജയകീർത്തനം ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവരെ നമുക്കും സ്തുതിക്കാം. സർവശക്തൻ യഹോവ തന്നോടെ മഹിമാവാൻ ഗാനം സംഭൂരിതമാ ഹോശാന ഹോശാന വാനിടത്തിൽ പാപമില്ലാത്തവനായ താൻ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവും പരിശുദ്ധവുമായ കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് വീഞ്ഞും വെള്ളവും കലർത്തി സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ സ്ത്രീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തം ആകുന്നു. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഇത് ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. രഹസ്യങ്ങളിൽ പങ്കെടുക്കുമ്പോഴൊക്കെയും എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങളെ സ്മരിക്കുവാനെന്ന് നമ്മുടെ കർത്താവ് തന്റെ സ്ത്രീഹന്മാരോട് കൽപ്പിച്ചു.
സമൃദ്ധി ഞങ്ങൾ നാഥ കാലത്തെ കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരാജ്ഞങ്ങളെ രക്ഷാകരമായ നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് ഫലപ്രമിച്ച് നടുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ബർമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീൻ. എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആവശ്യിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാകട്ടെ. മിശ്രത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാകട്ടെ. ഇതിൽ ശരീരത്തിലും രക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധന്മാരോടുകൂടെ പുതുജീവനിൽ ആനന്ദിക്കുവാൻ ഇവിടെയാകണമേ. ഞങ്ങൾ നടക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറൻമോർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ ആബോൻമോർ ഡെർമോൺ മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും ആബോൻമോർ തിയോഡോഷ്യസ് മെത്രാപോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പീസ്കോപ്പമാർക്ക് വേണ്ടിയും കശീശന്മാർ ഷിന്മാഷന്മാർ ദയറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ ദൈവീയ പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കുകയും നല്ല കാലങ്ങളും ആശ്വാസകരവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നടക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. Let us pray for all the true Christian grateful, especially those who are in trial, tribulation, poverty, and sickness. For them let us beseech the Lord. Pray.
O Lord, be mindful and care for the weary, the persecuted, the afflicted, the distressed, the poor, those in need, the strangers, the downtrodden, the captives, the destitute, the orphans and the widows. We will offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and forever and ever. Furthermore, again we commemorate all faithful and true Christian leaders of the world, and for the leaders of our country, that they lead us through the path of truth and justice and prosperity for all that have ceased the Lord. O Lord, grant us your grace, that we may lead a comfortable and pleasant life before you, and that we may be treated mercifully by those who rule over us. We will offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and always and forever. Archon, again we commemorate the holy and glorious and ever blessed Virgin Mary, Mother of God, and with Elizabeth of the prophets, apostles, preachers, evangelists, martyrs, and confessors, that their prayers may be a stronghold to us. Let us beseech the Lord. O Lord, by the petition and intercession of those who pleased you by their righteousness, make us worthy of the portion and Lord that are with them. We will offer praise and thanksgiving to you and your only begotten Son and your Holy Spirit, now and always and forever. Archon, again we commemorate the holy fathers and doctors of the Church, who kept the one apostolic, Catholic, and true faith and delivered it to us. May their prayers be a stronghold to us. Let us beseech the Lord. O Lord, confirm us in the rock of the true faith, confirmed by the holy and ecumenical council. We will offer praise and thanksgiving you and your only begotten Son and your Holy Spirit, now and always and forever. ബാറക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മൾ നിന്ന് വേർപെട്ടുപോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. ഞങ്ങളുടെ പരേതര അന്ധകാര ശക്തികളിൽ വിധേയരാകുവാനിടയാകരുതേ. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിനവേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതിന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ സകല മനുഷ്യമായവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോട് അറിവുകൂടാതെയും തിരുമുമ്പിൽ ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. നിന്റെ കൃപാതിരേകത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സംപൂജ്യമായ നിന്റെ നാമം ഞങ്ങളെ യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ സകലത്തിലെന്ന പ്രകാരം ഈ കുർബാനയിലും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
പാടുന്നു ദാസനാദം കൂറിയേലായിസോ സർവശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവികദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് നിമിത്തം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസ്സാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ നിന്നെ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയതയാരുമായ പിതാവേ, കഠിന പരീക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചങ്കുകളിൽ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുവൻപാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്തിൽ സമമായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു.
പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ബഹുമാനമുള്ളവരെ പരിശുദ്ധനില്ല. ആയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധനായിരിക്കും എന്നേക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. സ്തുതിയോടു രാജമകൾ ഹാലേ ലോയായോ ഹാലേ ലോയാ നിന്മലഭാഗെ രാജഭാമിനിയും ലബനോൻ കാരുകൾ അവർ തളിയിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാലിക്കുമോ. ൂലം
വാനിലും മാർ പത്രോശ്ലീഹ വാനിലും അതുപോൽ നിന്നോമേ നിൻ പ്രാർത്ഥനയിൽ ഓർമ്മയെ ബഹുമാനിച്ചോനായി സൗമ്യക്കാലം സുരീലായി നീവിയാർക്കും ഭാഗ്യം സർവ്വദേക്കും പുനരുദ്ധാരത്തിനെ ഭാഗ്യമോ റോവൽ റൂഹോ കാദീശോ സർവീരാശീഷു മാലാചിറകേന്ദി ധന്മാരെ നിങ്ങൾ അടികളിൽ കോപത്തിൽ വഴികളിൽ നീതിയെ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ല് നിന്ദാസൻ ദാവീദിനെ ഓർത്ത് ഞാനുപദേശിക്കും സാക്ഷ്യവിധം മാറിക്കുമോ മൂലം റോവൽ റൂഹോ കാദീശോ ശുദ്ധിയോടു ശുദ്ധ്യാഭസ്കുദിശ സ്പർശിച്ചുള്ള സിംഹാനിൽ ഭൂമി വാനവരൊത്തു വസീകേണം സൗമ്യകാലസ്കുരീനായി മാലമാത്മായിൽ കർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോരാ നാം ശബ്ദമുയർത്തി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും അദൃശ്യമായ അങ്ങ് വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുമുൻപായുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരരത്നങ്ങൾ സ്വീകരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ ആശീർവദിക്കണമേ. ദൈവവും നമ്മുടെ
രക്ഷകനുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിച്ചിരിക്കുന്നവരിലും നൽകുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഇവയ്ക്കായി പരിശ്രമിച്ച് ഇവയിൽ സംബന്ധിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ തൃത്വത്തിന്റെ കൃപ നാം എല്ലാവരിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമലിവ കൃപ ചെയ്യണമരുളി കൃപ ചെയ്യണമേ നിനക്കു സ്തുതി കൃപകളിലും യാഗത്തെ നാഥ ചേർക്കരുതേ
ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ ഞങ്ങൾ ഭക്ഷിച്ചിരിക്കുന്ന അങ്ങേ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തിരിക്കുന്ന പുണ്യപ്പെടുത്തുന്ന അങ്ങേ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുത്. എന്റെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, അയോഗ്യരായ ഞങ്ങൾ നിന്റെ ഏകജാതന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താൻ മുൻപാകെ നാം തലകുനിക്കണം. നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ ഏവരും അങ്ങേക്കിടുമെന്നും നിന്ദാതെന്നും റൂക്കുദിശായിക്കും സ്തുതി പാടിയിടും. നിന്റെ രുഗാത്രം കൈക്കൊണ്ടൂരാ ഞങ്ങളെ നാഥ. ദുഷ്കൃതമഖിലം നീക്കി സദയം പാലിക്കേണമേ. കർത്താവിന്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധാതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകുക. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവനുള്ളവരും കർത്താവിന് ജയമുള്ള സ്ത്രീയായ രക്ഷിതരും വിശുദ്ധ മാമോദീസയുടെ റോഷനാമത്തിലുപരമായ പരിശുദ്ധാതൃത്വം കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നല്ല മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനം ഭാവ്യമായ ദാസനങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി പോകുകയും എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.
പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിന്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി. അതിനെ വളർത്തി നയിക്കുന്നതിനായി വന്യദാതനായ മാർ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. ആ പുണ്യദാതന്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിന്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്കും മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി ധന്യന്മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ആമീൻ. നിന്റെ നാം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടപ്പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, പിന്നെയോ ശിശുവിനെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. പറഞ്ഞ പറയാമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. നമുക്ക് ആദ്യഫലങ്ങൾ ആശീർവദിക്കാം. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഹൃദയത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആദ്യഫലങ്ങൾ ആശീർവദിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനുമതിയായ സ്തോത്രം നാഥാ, കൃപയിലും ഞങ്ങളിലെന്നും മാലാഖകൾ ശുശ്രൂഷിച്ചിടേണം നിൽപ്പവനേ. പ്രാർത്ഥന കേൾപ്പിറയിലെയും മാലാഖകളെയും നാഥാ, പ്രത്യേകത്വവും ഏകത്വവും തൃത്വവുമായി സ്ഥിതി ചെയ്യും പരിശുദ്ധാത്മാവാം സത്യേകവനായ സ്തോത്രം. പ്രാർത്ഥന കേട്ടിടുന്നവനെ, യാചന നൽകിയിടുന്നവനെ, പ്രാർത്ഥന കേട്ടു നിരപ്പായി കൃപയാൽ യാചന നൽകണമേ.